ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പോൾ സംഭവിക്കുന്ന ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പ്രസൻറ്റ് ടെൻസ്. നമുക്കറിയാം പല ടെൻസുകൾ നമുക്കുണ്ട്, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പറയാനും എഴുതാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രസൻറ്റ് ടെൻസ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് ടെൻസ്. ഈ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ചെറിയൊരു വീഡിയോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്രസൻറ്റ് ടെൻസിനെ നമ്മൾ 4 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലുള്ള സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റു വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണ് എന്നും ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഭാവി കാര്യങ്ങൾ പറയുന്നിടത്ത് ഉപയോഗിക്കാമോ? പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് ഉപയോഗിക്കാമോ? ഈ കാര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്. ഇതിനായിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, കൂടെ ഒരു വെർബും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഐ, യു, ദേ, വി, ഹി, ഷി, ഇറ്റ്. അതുപോലെ തന്നെ നൗൺസ്, പേരുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ 1ാമത്തെ ഫോമും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയി എന്നുള്ളതാണ്. ഓക്കെ, ഐ വർക്ക്, ഞാൻ ജോലി ചെയ്യുന്നു. ഷീ ഗോസ്, അവൾ പോകുന്നു. ദേ കം, അവർ വരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അർത്ഥം ഈ രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. ഐ ഗോ, ഞാൻ പോകുന്നു. ഷീ കംസ്, അവൾ വരുന്നു. ദേ വർക്ക്, അവർ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന്. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എല്ലാ ഞായറാഴ്ചയും എൻ്റെ കൂട്ടുകാരെ കാണാൻ പോകുന്നു. ഞാൻ മാസത്തിലൊരിക്കൽ എൻ്റെ ഫാമിലിയെ കാണാൻ പോകുന്നു. ഞാൻ എല്ലാ വെക്കേഷൻ സമയത്തും നാട്ടിൽ പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായ ഇടവേളകളിലോ അല്ലെങ്കിൽ പതിവായിട്ടോ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പറയുകയാണെങ്കിൽ, വി വിസിറ്റ് അവർ ഫ്രണ്ട്സ് എവറി സൺഡേ. വി വിസിറ്റ് അവർ ഫ്രണ്ട്സ് എവറി സൺഡേ. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാ ഞായറാഴ്ചയും സന്ദർശിക്കുന്നു. വി വിസിറ്റ് അവർ ഫ്രണ്ട്സ് എവറി സൺഡേ. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ സന്ദർശിക്കുന്നു. ഇവിടെ വി വിസിറ്റ് എന്നുള്ളതാണ് ഇവിടെയുള്ള സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വിസിറ്റ് വെർബിൻ്റെ 1ാമത്തെ ഫോം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, എല്ലാ ഞായറാഴ്ചയും പതിവായി അവർ എല്ലാ ആഴ്ചയിലും ഒരു ഞായറാഴ്ച അവർ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പതിവായിട്ട് കൂട്ടുകാരെ കാണുന്നുണ്ട്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്, കാലങ്ങളായിട്ട് ഇവർ ഈ കാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ദേ കം ഹിയർ വൺസ് ഇൻ എ മന്ത്. ദേ കം ഹിയർ വൺസ് ഇൻ എ മന്ത്. അവർ മാസത്തിലൊരിക്കൽ ഇവിടെ വരുന്നു. ദേ കം ഹിയർ വൺസ് ഇൻ എ മന്ത്. വൺസ് ഇൻ എ മന്ത് എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ. ഇവിടെ ദേ കം എന്നുള്ളതാണ് സിമ്പിൾ പ്രസൻറ്റ്. ദേ പ്ലസ് കം, വെർബിൻ്റെ 1ാമത്തെ ഫോം. ഈ മാസത്തിലൊരിക്കൽ വരിക എന്ന് പറയുന്നത് ഈ 12 മാസത്തിലെ ഓരോ മാസത്തിലും ഒരിക്കൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഐ വിസിറ്റ് മൈ ഫാമിലി ഇൻ എവറി വെക്കേഷൻ.
ഐ വിസിറ്റ് മൈ ഫാമിലി ഇൻ എവറി വെക്കേഷൻ. എല്ലാ വെക്കേഷൻ സമയത്തും ഞാൻ എൻ്റെ ഫാമിലിയെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജനറൽ ട്രൂത്ത് പറയുന്ന സമയത്ത്, പൊതുവായൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അതുപോലെ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നോർത്ത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു സത്യമാണ്, അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോഴും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാനഡ ലൈസ് നോർത്ത് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കാനഡ ലൈസ് നോർത്ത് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കാനഡ കിടക്കുന്നത്, ആ കാനഡ ലൈസ് എന്ന് പറയുന്നതാണ് ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാനഡ ലൈസ് നോർത്ത് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയുടെ നോർത്ത് ഭാഗത്തായിട്ടാണ് കാനഡ സ്ഥിതി ചെയ്യുന്നത്, കാനഡ കിടക്കുന്നത്. അതൊരു സത്യമാണ്. അതുപോലെ തന്നെ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു മൂവിയെക്കുറിച്ച് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചൊരു നോവൽ കഥ മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്തും പല കാര്യങ്ങളും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം ഒരാൾ, സിനിമയുടെ അവസാനം നായകൻ വില്ലനെ കൊല്ലുന്നു. സിനിമയുടെ അവസാനം നായകൻ വില്ലനെ കൊല്ലുന്നു. ആ വില്ലനെ കൊല്ലുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത്. ഈ വാചകം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: അറ്റ് ദ എൻഡ് ഓഫ് ദി ഫിലിം ദ ഹീറോ കിൽസ് ദ വില്ലൻ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഫിലിം ദ ഹീറോ കിൽസ് ദ വില്ലൻ. സിനിമയുടെ അവസാന ഭാഗത്ത് ഹീറോ വില്ലനെ കൊല്ലുന്നു. ദ ഹീറോ കിൽസ് ദ വില്ലൻ. ഈ കാര്യം നമ്മളൊരു സിനിമയുടെ കഥയാണ്, ഇത് എത്ര കാലം കഴിഞ്ഞ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഫ്യൂച്ചർ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കേണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ പറയാണ്: ഞങ്ങളുടെ പ്ലെയിൻ നാളെ രാത്രി 7 മണിക്ക് പുറപ്പെടുന്നു. ഞങ്ങളുടെ പ്ലെയിൻ നാളെ രാത്രി 7 മണിക്കാണ് പുറപ്പെടുന്നത്. ഈ പറയുന്നത് നാളത്തെ കാര്യമാണ്, പക്ഷേ ഈ പറഞ്ഞ രീതി നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത് എന്ന്. അവർ പ്ലെയിൻ ലീവ്സ് അറ്റ് 8 o'clock ടുമോറോ നൈറ്റ്. അവർ പ്ലെയിൻ ലീവ്സ് അറ്റ് 8 o'clock ടുമോറോ നൈറ്റ്. നാളെ രാത്രി 8 മണിക്കാണ് ഞങ്ങളുടെ പ്ലെയിൻ പുറപ്പെടുന്നത്. ഈ ഞങ്ങളുടെ പ്ലെയിൻ പുറപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞത് അവർ പ്ലെയിൻ ലീവ്സ് എന്നാണ്. ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും അധികം ഉപയോഗങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനുണ്ടായിരുന്നു. ഇനി പ്രസന്റ് ടെൻസിൽ ഇനിയും ഒരുപാട് ഘടകങ്ങൾ വരാനുണ്ട്, അതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.